മറ്റൊരു വാർത്തയിലേക്കാണ്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തിരുവനന്തപുരം വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് പ്രതി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷിജോ, വിശദാംശങ്ങൾ. അനീഷ, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതിന് ശേഷം 2 ദിവസമായിട്ട് ഒളിവിൽ കഴിയുകയാണ് പ്രതി ബെയിലിൻ ദാസ്. ഈ ഒളിവിൽ ഇരുന്നുകൊണ്ടാണ് ബെയിലിൻ ദാസ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് താൻ ബോധപൂർവം ആരെയും മർദ്ദിച്ചിട്ടില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബെയിലിൻ ദാസ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്ന ബെയിലിൻ ദാസിന് വേണ്ടിയുള്ള തിരച്ചിൽ വഞ്ചിയൂർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി, അതായത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 12:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഒളിവിൽ പോയ ബെയിലിൻ ദാസിന് വേണ്ടി പോലീസ് ഊർജിതമായിട്ട് തിരച്ചിൽ നടത്തുന്നെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബെയിലിൻ ദാസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ബെയിലിൻ ദാസിന്റെ ഭാര്യയോട് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ബെയിലിൻ ദാസിന്റെ ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല. ഭാര്യയ്ക്ക് പകരം ബെയിലിൻ ദാസിന്റെ സഹോദരനാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഇവരുടെ ഈ ബെയിലിൻ ദാസിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മൊബൈൽ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബെയിലിൻ ദാസ് എവിടെയാണെന്ന് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഇയാൾ എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബോധപൂർവം താൻ ആരെയും മർദ്ദിച്ചിട്ടില്ല, ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവം മാത്രമാണെന്നൊരു കാര്യം കൂടി ഇയാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 12:00 സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരാതിക്കാരിയായിട്ടുള്ള ഷാംലിയും മറ്റൊരു യുവ അഭിഭാഷകയും തമ്മിലൂടെ തർക്കമുണ്ടാവുകയും അതിൽ താൻ ഇടപെട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. നാളെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനാണ് സാധ്യത. അനീഷ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.